യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൻ്റെ 5 തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷകളുടെ മേലെല്ലാം പ്രത്യാശയായി നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ആത്മധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ ശാലോം നൈറ്റ് വിജിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ വാക്കുകൾ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ നമുക്ക് ആത്മധൈര്യവും ശക്തിയും പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൻ്റെ 1 തിരുവചനം. യെശയ്യാ 43:1 വചനം ഇപ്രകാരം പറയുകയാണ്: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട. നമ്മുടെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, യാക്കോബേ, ഇസ്രായേലേ എന്ന് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം യെശയ്യാ 43:2 വചനത്തിലൂടെ ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഈ ദൈവമായ കർത്താവ്, നമ്മുടെ രക്ഷകനായ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ആ ദൈവപിതാ നമ്മോട് പറയുകയാണ്, മക്കളെ, നീ എന്റേതാണ്, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ആയതിനാൽ നിന്റെ രക്ഷകനായ കർത്താവ് ഈ രാത്രി നമ്മോട് അരുളി ചെയ്യുകയാണ്, ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ രക്ഷകനായ കർത്താവിന്റെ ആശ്വാസ വാക്കുകൾ ഒരു പക്ഷേ ഏറെ ഭാരപ്പെട്ടും ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ലാതെ മനസ്സ് തകർന്ന ഹൃദയമായിട്ടായിരിക്കാം ഈ ആരാധനയിൽ നാം പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വാഗ്ദാനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ രക്ഷകനാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമാണ്, ഞാനാണ് നിന്റെ കർത്താവ്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകം 89 അധ്യായത്തിൻ്റെ 13 തിരുവചനം. വചനം ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുകയാണ്: അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്, അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്, അങ്ങയുടെ കരം കരുത്തുറ്റതുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്, അങ്ങയുടെ കരം നമ്മളെ താങ്ങുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയാം, ദൈവത്തിന്റെ കരത്തെ, ദൈവമായ കർത്താവിന്റെ കരത്തെ, പ്രിയമുള്ളവരെ, നമ്മൾ ചെറുതാക്കി കാണരുത് എന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ കരത്തെ നമ്മൾ ചെറുതാക്കരുത്, മറിച്ച് ദൈവത്തിന്റെ കരം അത് കരുത്തുറ്റതാണ്, അത് ശക്തിയുള്ളതാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ കരത്തിന്റെ കീഴെ ഈ നൈറ്റ് വിജിലിൽ നമ്മുടെ ജീവിത ഭാരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തി നമ്മളൊരു ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ശക്തിയുള്ള ദൈവത്തെ നമ്മൾ ഗാനം പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ നൈറ്റ് വിജിലില് ദൈവം ചെയ്യുന്ന രക്ഷാകരമായ പ്രവർത്തികൾക്കായി നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം നമ്മൾ ഒരുക്കാം. വലിയ പ്രാർത്ഥനയോടെ, വലിയ സ്നേഹത്തോടെ, ഗായക സംഘത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിന്റെ കരുത്ത്, ദൈവത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ്. കർത്താവിന്റെ വചനപ്രകാരം പറയുകയാണ്, നമുക്കറിയാം, യെശയ്യാ പ്രവചനം 59 അധ്യായത്തിലെ ആരംഭ വചനങ്ങളിൽ പറയുകയാണ്:
രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രിയരെ, കർത്താവ് നമ്മോട് പറയുകയാണ്, സ്നേഹത്തോടെ അരുളി ചെയ്യുകയാണ്, എൻ്റെ മകനെ, മകളെ, നീ ഏതവസ്ഥയിലാണെങ്കിലും നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം നമ്മുടെ കർത്താവിന്റെ കരം കുറുകെ പോയിട്ടില്ല. നീളം കുറവില്ലാത്ത ഒരു കരം, കരുത്തുറ്റ കരം, ഇസ്രായേൽ ജനതയെ രക്ഷിച്ച കരം, ഈജിപ്തുകാർ ഭയപ്പോടെ കണ്ട ആ കരം ഇന്നും ഇതാ നമ്മുടെ മേലുണ്ട്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നതിന് പ്രതീകമായി ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആ കരുത്തിന്റെ കരത്തിലൊന്ന് പിടിച്ചുകൊണ്ട്, ദൈവമേ, ഈ നൈറ്റ് വിജിലിലൂടെ എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ രക്ഷ ഞാനൊന്ന് അനുഭവിച്ചറിയട്ടെ. എല്ലാ ഭയത്തിന്റെ അരൂപിയിൽ നിന്നെ രക്ഷിക്കണമേ. ആഗ്രഹത്തോടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാട്ടുപാടി ആരാധിക്കാം. വളരെ ഹൃദയം തുറന്ന് നല്ലൊരു ആരാധനയ്ക്കായി ജീവിതത്തെ സമർപ്പിക്കാം. മനോഹരമായ ഈ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് കർത്താവിന്റെ കരസ്പർശനത്തിന് വേണ്ടി ആഗ്രഹത്തോടെ താഴ്ത്തി കൊടുക്കാം ഹൃദയം. എന്റെ കരത്തിന്റെ സ്പർശനം ഞാനൊന്ന് അനുഭവിച്ചറിയണം. ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. കരം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ദാഹം തീർക്കുന്ന, വിശപ്പകറ്റുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മൾ കാണാത്ത ഭക്ഷണം കർത്താവിന്റെ കയ്യിലുണ്ട്. നമ്മെ അനുഗ്രഹിക്കും. നന്ദിയോടെ ഹല്ലേലൂയ ഗീതങ്ങളോടെ ആരാധിക്കാം.
തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിടും ചേർന്ന് പാടാം. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരിക്കലും പറ്റിപ്പോകാത്ത ഒരു നദിയുണ്ടല്ലോ. യേശുവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. ഞാനങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്. ആമേൻ. ഒരു നാളിലും വാതിൽ അടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിടും ചേർന്ന് പാടാമോ? ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ
നയിച്ചതിതാ. ഹല്ലേലൂയ പാടിയിടും. എല്ലാവരും പാടുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവമഹത്വം ഇറങ്ങുന്നു. ഹല്ലേലൂയ പാടിയിടും. ഈശോ 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 ഈശോ. നയിച്ചതിതാ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാമോ? യേശുവേ, ഈശോ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്തൃ സന്നദ്ധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു മാർവിടമുണ്ട്, അതെ, ചൂട് നൽകും യേശുവിൻ മാറ്. കൈകൾ കൂപ്പി, എൻ തല ചായിപ്പാൻ അതെ പ്രിയരെ, ഒരു മാർവിടമുണ്ട്, തല ചായ്ക്കാൻ നമുക്കൊരു മാർവുണ്ട്. ചൂട് നൽകും യേശുവിൻ മാറ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ചൂട് നൽകും തള്ളിക്കളയാതെ മാറോട് ചേർക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ആരാധിക്കാം. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടി കരങ്ങളൊന്ന് വീശി, കരങ്ങളൊന്ന് വീശി. കർത്താവിന്റെ കരത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ പാടിയിടും. ഇമ്പസുരത്താൽ നയിച്ചതിതാ. ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇമ്പസുരത്താൽ യേശുവേ വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയമുള്ളവരെ, ശക്തനായ ഒരുവൻ നമുക്ക് നമ്മുടെ ഭവനത്തിന് നമുക്ക് കോട്ടയായുള്ളപ്പോൾ, കാവലായുള്ളപ്പോൾ നമ്മൾ ഒന്നിനെയും ഓർത്ത് ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ പേടിക്കുകയോ വേണ്ട. ആമേൻ. സങ്കീർത്തനം ഇപ്രകാരം പറയുകയാണ്, 27-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ്, കർത്താവ് എൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെ പേടിക്കണം. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ തളർന്നു പോകുന്നുവെങ്കിൽ കോട്ടയായ ദൈവത്തിൻ്റെ ആ കരങ്ങളെ നമുക്ക് വിസ്മരിക്കാൻ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും കർത്താവിനെ ആരാധിക്കാം. നമുക്കും പറയാം, കർത്താവ് എൻ്റെ കോട്ടയാണെന്ന് പറയാമോ? കർത്താവ് എൻ്റെ കോട്ടയാണ്, കർത്താവ് എൻ്റെ കോട്ടയാണെന്ന് പറയാമോ? കർത്താവ് എൻ്റെ കോട്ടയാണ്. ഉറക്കെ പറഞ്ഞേ, കർത്താവ് എൻ്റെ കോട്ടയാണ്, കർത്താവ് എൻ്റെ കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം, ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെ ഭയപ്പെടണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞേ, കർത്താവ് നമ്മുടെ കോട്ടയാണ് എന്ന് പറഞ്ഞേ. നാം ആരെ ഭയപ്പെടണം, നാം ആരെ ഭയപ്പെടണം? കർത്താവ് നമ്മുടെ കോട്ടയായി നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. ആ ദൈവത്തിൽ നമ്മൾ അത്യധികമായി ആനന്ദിക്കാൻ പറ്റും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞ, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞ, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ കോട്ടയാണ്, കർത്താവിന്റെ അഭയമാണ്. ആ കർത്താവിനെ ഞാൻ ആരാധിക്കും. പ്രിയമുള്ളവരെ, മറ്റൊരു ഗാനം പാടിക്കൊണ്ട് ദൈവത്തിലുള്ള സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് കോട്ടയായി കാവൽ നിൽക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിച്ച് എല്ലാ മഹത്വം ദൈവത്തിന് കൊടുക്കാം. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ ആത്മസന്തോഷത്തോടെ അത്യധികം സന്തോഷത്തോടെ കർത്താവിനെ ആനന്ദിക്കും.
കർത്താവിൽ ഞാൻ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, യേശുനാഥന്റെ ആ പാദത്തോട് ചേർന്നിരുന്നുകൊണ്ട് ഈ നൈറ്റ് വിജിലിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. സ്വയം മറന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാട്ടുപാടി വീണ്ടും ആരാധിക്കാം സന്തോഷത്തോടെ. കർത്താവിന്റെ കോട്ടയാണ്. ഇടയ്ക്ക് പറയാം, കർത്താവിന്റെ കോട്ടയാണ്. യേശുവിന്റെ കോട്ടയാണ്. യേശുവിന്റെ കോട്ടയാണ്. യേശുവിന്റെ അഭയമാണ്. ഞാൻ ഭയപ്പെടില്ല. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ? കരങ്ങൾ താത്തി. അർത്ഥത്തോടെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തും ഇടയനവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി താൻ കഴുകിടുന്നു. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തും ഇടയനവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി താൻ കഴുകിടുന്നു. സ്വർഗ്ഗസിയോനിൽ നാഥനെ കാൺമതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. സ്വർഗ്ഗസിയോനിൽ നാഥനെ കാൺമതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. എന്റെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്തോരം ദുരിതങ്ങൾ വന്നാലും ഞാൻ തകർന്നു പോവുകയില്ല. കർത്താവിന്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് തകർച്ചകൾ വന്നാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ പ്രകാശമാണ്, കർത്താവിന്റെ അഭയമാണ്. യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ അടിച്ച് കരങ്ങളൊന്ന് ഉയർത്തി അടിക്കാം. ആനന്ദത്തോടെ, കർത്താവിൻ സന്തോഷത്തോടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ മഹത്വം. ഈശോയ്ക്ക് മഹത്വം. ആരെയും ഞാൻ ഭയപ്പെടില്ല. എന്റെ കർത്താവൻ കൂടെ വന്നാ ഇല്ല താഴുകിൽ ഞാൻ തകരുകില്ല. പറയാമോ? എന്നും തന്നോട് ചേർന്നു നിന്നാ ആരെയും ഞാൻ ഭയപ്പെടില്ല. എന്റെ കർത്താവിൻ കൂടെ വന്നാൽ ഇല്ല താഴുകില്ല, ഞാൻ തകരുകില്ല. ഇന്നും തന്നോട് ചേർന്നു നിന്നാൽ. യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോ എന്റെ ആത്മധൈര്യം ചോർന്നിടുമ്പോ രാത്രികാലേ നടന്നിടുമ്പോൾ എന്നെ നീയാകെ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം, കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം, കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ആടിപ്പാടി കർത്താവിനുള്ള സന്തോഷത്തോടെ ഹല്ലേലൂയ ഒന്ന് ചലിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ അടിച്ച് പാടാം. ഈശോയ്ക്ക് മഹത്വം. ഭൂവിലാണെൻ ഭവനമെന്ന് അല്പവിശ്വാസി ഞാൻ കരുതി. സ്വർഗവീട്ടിലെല്ലാം ഒരുക്കി വെച്ച് എന്റെ നല്ലേശു കാത്തിരിപ്പൂ. ക്രൂശിലേവം സഹിച്ചുവല്ലോ എൻ ക്ലേശഭാരം അകറ്റിടുവാൻ. തേടുകില്ല ജഡിക സുഖം ഇനി ഞാനല്ല ജീവിപ്പതേശുവത്രേ. യേശുനാഥന്റെ പാദത്തിങ്കൽ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. എന്റെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടേനവൻ. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടേനവൻ. സുഖസിയോനിൽ നാഥനെ കാണുന്നതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. സുഖസിയോനിൽ നാഥനെ കാണുന്നതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. സ്വതന്ത്രമായി സ്തുതിക്കുന്ന യേശുവേ, ദൈവമായ കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, ഞാനങ്ങേ ആരാധിക്കുന്നു. ഞാനെന്റെ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ ആരെ ഭയപ്പെടണം? എന്ത് ദുരിതം വന്നാലും ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന പരിശുദ്ധ ജപമാല അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ അമ്മ, സ്വർഗീയ മധ്യസ്ഥയായ അമ്മയുടെ മാധ്യസ്ഥം കണ്ണുകളടച്ച് നമുക്ക് ചോദിക്കാം. അമ്മേ മാതാവേ, ഈ ജപമാല ഏറ്റവും ഭക്തിയോടെ അർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അമ്മേ, അമ്മ ആ വാക്ക് വിശ്വസിച്ചു. അമ്മ അനുഗ്രഹം പ്രാപിച്ചു. ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മേ, ഈ ജാഗരണ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായ ഈ ജപമാല പ്രാർത്ഥനയോട് എൻ്റെ ഹൃദയവും എൻ്റെ കുടുംബവും ഞാൻ ചേർത്ത് വെച്ച്, എൻ്റെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ റേഡിയോയോട് ചേർന്ന് അമ്മയെ നമുക്ക് പ്രകീർത്തിക്കാം.
ചേർന്നിരുന്നോട്ടെ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോട് ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോട് ഞാനൊന്നു ചൊല്ലട്ടെ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോട് ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോട് ഞാനൊന്നു ചൊല്ലട്ടെ. കണ്ണീരെല്ലാം മായ്ച്ചിടാനായി നീ വരില്ലേ അമ്മേ. കണ്ണീരെല്ലാം മായ്ച്ചിടാനായി നീ വരില്ലേ അമ്മേ. എന്നെ എന്നും കാത്തിടാനായി കൈകളിൽ താങ്ങണമേ. എന്നും കൺമണിയാ അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോട് ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോട് ഞാനൊന്നു ചൊല്ലട്ടെ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. യേശു പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ ഒന്നാം ദിവസത്തോട് ചേർത്ത് കത്തോലിക്ക തിരുസഭയെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനും സഭയ്ക്കെതിരെ നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ട് സഭയോട് ചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന ഇലയോ പാപ്പായ്ക്കും എല്ലാ കർദിനാൾമാർക്കും എല്ലാ സഭാപിതാക്കന്മാർക്കും വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേരത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 119:9. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി ഒരു യുവതലമുറ വളർന്നു വരുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ
മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. എല്ലാ മിഷണറിമാരെയും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈശോയുടെ ഈ കൽപ്പന ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വന്തം നാടും ഉറ്റവരെയും ഉടയവരെയും സ്വന്തം നാടിൻ്റെ സുരക്ഷിതത്വവും എല്ലാം വിട്ട് അന്യദേശങ്ങളിൽ ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ മിഷണറിമാർക്ക് നേരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളെയും സമർപ്പിക്കാം. ആൾക്കൂട്ട വിചാരണകളും നിയമത്തെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിയമം കയ്യിലെടുത്ത് മിഷണറിമാർ തടവിൽ കൽത്തുറുങ്കുകളിൽ അടയ്ക്കപ്പെടുന്ന വളരെ ദുസ്സഹമായ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവർ നേടിയെടുത്ത ആ വിശ്വാസത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിന് വേണ്ടി മരണം വരെ പോരാടുവാൻ വേണ്ട അനുഗ്രഹവും കൃപയും എല്ലാ മിഷണറിമാർക്കും ലഭിക്കുന്നതിന് വേണ്ടി മിഷണറിമാരെല്ലാം ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം
തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം. അമ്മേ മാതാവേ, രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും 16:10 അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അതെ, അവിടുത്തെ കാരുണ്യത്താൽ രോഗസൗഖ്യവും വിടുതലും ലഭിക്കുവാൻ നമുക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 116 12, 13 വചനങ്ങൾ. കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വലിയ അനുഗ്രഹങ്ങളെയും കൃപകളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഒത്തിരി പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമ്മുടെ കുടുംബത്തെ കർത്താവ് കരം പിടിച്ച് മുൻപോട്ടേക്ക് നയിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ കുടുംബത്തെ നയിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇക്കഴിഞ്ഞ നാളുകളിൽ
നമ്മുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ വലിയ കൃപകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് വരും നാളുകളിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ട എല്ലാ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ രാത്രി ആരാധനയുടെ അനന്തമായ യോഗ്യതകളോട് ചേർത്ത് നമുക്ക് ചോദിക്കാം. ഈ ജാഗരണ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ നാടിന് ഒക്കെ വേണ്ട എല്ലാ കൃപകളും ഈ രാത്രി ആരാധനയുടെ അനന്തമായ യോഗ്യതയോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുട്ടന്മേൽ നിന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ
പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനുമാതാവേ, രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പരിനീർസുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ തൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ താരകമേ, പുലർകാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താന്വിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ
നാഥാ. പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ.